വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായി ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി.കെ. കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. കാട്ടാക്കട ദേവി ഓഡിറ്റോറിയത്തിലാണ് യോഗം ചേർന്നത്. 6400ഓളം കുടുംബങ്ങളുടെ സ്ഥലം ഏറ്റെടുത്തിട്ടും നഷ്ടപരിഹാരം ഇനിയും നൽകിയിട്ടില്ലെന്നും ഇത് എത്രയും വേഗം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയതായും മാർച്ച് 30-നും ഏപ്രിൽ 30-നും ഇടയിൽ തുക വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് ലഭിച്ചതായും പി.കെ. കൃഷ്ണദാസ് വ്യക്തമാക്കി. ചില സാങ്കേതിക തടസ്സങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണെന്നും അവ കൂടി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പി.കെ. കൃഷ്ണദാസ് പറഞ്ഞു. പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 600-ലേറെ പേർ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഈ വിഴിഞ്ഞം നാവായിക്കുളം റോഡുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഒരു വലിയ ആശങ്കയ്ക്ക് അറുതിയാവുന്നത് എന്താണ് ഇപ്പോൾ ഇന്നത്തെ അതായത് വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടറിംഗ് റോഡുമായി ബന്ധപ്പെട്ട് ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകണം എന്നുള്ള ആവശ്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിലനിൽക്കുകയാണ്. ആദ്യം ഔട്ടറിംഗ് റോഡിന്റെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരിനായിരുന്നു. പിന്നീടാണത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റി കൈമാറാൻ തീരുമാനിച്ചത്. പക്ഷേ 6400ഓളം ആളുകൾക്ക് നൽകിയ ഭൂമിക്ക് നഷ്ടപരിഹാരം കിട്ടാനുണ്ട്. അതുകൊണ്ട് ഈ കുടുംബങ്ങളെല്ലാം വലിയ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത്. ഇക്കാര്യം ഇതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ലാൻഡ് ഓണേഴ്സ് മൂവ്മെന്റും അതേപോലെ തന്നെ ഇതിന്റെ ജനകീയ സമിതിയും അതിന്റെ ഭാരവാഹികൾ ബി.ജെ.പിയുടെ നേതാക്കളെയും പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ട് നിവേദനം സമർപ്പിച്ചു, ചർച്ച നടത്തുകയുണ്ടായി. അവർ ഇക്കാര്യം ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ധരിപ്പിക്കുകയുണ്ടായി. ഇതിനുശേഷം ഈ വിഷയം കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ബി.ജെ.പി. നേതാക്കന്മാര് ചർച്ച നടത്തുകയുണ്ടായി. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. അതായത് ഭൂമി നഷ്ടപ്പെട്ടവർക്ക് മാർച്ച് 30-നും ഏപ്രിൽ 30-നും ഇടയിൽ നഷ്ടപരിഹാരം നൽകും എന്നുള്ളതാണ് ഇപ്പം നൽകിയിട്ടുള്ള ഉറപ്പ്. ഇതിന് പിന്നിൽ ധാരാളം സാങ്കേതികത്വങ്ങളുണ്ട്. ചില കേസുകൾ നമ്മുടെ പുതുശ്ശേരി മുക്കിൽ ചില ആളുകൾ കൊടുത്ത കേസ് നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ 62.70 കിലോമീറ്റർ വരുന്ന ഈ റോഡിൽ ഏതാണ്ട് 11 വില്ലേജുകളിലായിട്ട് കിടക്കുന്ന 40 കിലോമീറ്ററിന് 3D ഓൾറെഡി വന്നിട്ടുണ്ട്. അതോടെ പക്ഷേ 13 വില്ലേജുകളിലായിട്ടുള്ള 42.70 കിലോമീറ്ററിന്റെ 3A നിലനിൽക്കുന്നത്. അപ്പൊ അവിടെ അത് 3Dയിലേക്ക് കൊണ്ടുവരാനുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇതെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലായിട്ട് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് കേവലം ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല, ബന്ധപ്പെട്ട ആക്ഷൻ കൗൺസിൽ, അതുപോലെ ജനകീയ സമിതി, ലാൻഡ് ഓണേഴ്സ് മൂവ്മെന്റ് ഇവരെല്ലാവരും ചേർന്നുകൊണ്ട് ബന്ധപ്പെട്ട കേസ് കൊടുത്തവരുമായിട്ട് ചർച്ച നടത്താനും ഈ കേസ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതേപോലെ മറ്റ് 3A നെ 3Dയിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യാൻ സാധിക്കുക, അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് അത്തരം ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകേണ്ടത്. ഏതായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ മാർച്ച് 30 മുതൽ ഏപ്രിൽ 30 വരെ കൊടുക്കാൻ സാധിക്കും. ഇതിൽ വലിയ പ്രശ്നം നിലനിൽക്കുന്നത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനവും തുടർന്ന് വരുന്ന പെരുമാറ്റച്ചട്ടവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് പക്ഷേ കരുതുന്നത് നമ്മൾ ഏതായാലും ഏപ്രിൽ മാസം 2ാമത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പിന്നെ സമയമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ജനങ്ങളുടെ ആവശ്യം അതായത് എത്രയും പെട്ടെന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മുഴുവൻ ഈ ഭൂമിയുടെ ഉടമസ്ഥന്മാരും ആവശ്യപ്പെട്ടത്. ഇക്കാര്യം വീണ്ടും കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇക്കാര്യത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് നിതിൻ ഗഡ്കരി ശരിയായ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന്. മറ്റിന്ന് ഉടമസ്ഥർ ഉന്നയിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ, അത് വീണ്ടും രാജീവ് ചന്ദ്രശേഖർജി കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറാവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ
സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്.